Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 10ാമത്തെ ഹദീസ് വായിക്കാനുള്ള ശ്രമമാണ് ഇന്നിപ്പോൾ നടത്തുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുസ്ലിമീൻ ഫഖാല തആല യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ വഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും ثم ذكر الرجل يطيل السفر أشعث أعبر يمد يديه إلى السماء يا رب يا رب ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنى يستجاب له. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. വളരെയേറെ ഗൗരവം നിറഞ്ഞ വിഷയമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ സത്യവിശ്വാസിയും അതീവ പ്രാധാന്യത്തോടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഗുരുതരമായ കാര്യം. ഈ ഹദീസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇമാം ഇബ്നു ദഖീഖ് അൽ ഐദ് പറയുന്നത് കാണാം. വഹാദൽ ഹദീസ് അഹദുൽ അഹാദീസ് അല്ലത്തി അലൈഹാ ഖവായിദുൽ ഇസ്ലാം വമബാനിൽ അഹ്കാം. ഈ ഹദീസ് ഇസ്ലാമിന്റെയും ഇസ്ലാമിക നിയമങ്ങളുടെയും അടിസ്ഥാനങ്ങളിൽപ്പെടുന്ന ഒന്നാണ്. വഫീഹിൽ ഹത്തു അലൽ ഇൻഫാഖ് മിനൽ ഹലാൽ, ഹലാലായതു മാത്രം ചെലവഴിക്കാനുള്ള പ്രേരണയുണ്ട് ഇതിനകത്ത്. വന്നഹ്യു അനിൽ ഇൻഫാഖ് മിൻ ഗൈരി, ഹലാലല്ലാത്തതൊന്നും തന്നെ ചെലവഴിക്കാതിരിക്കാനുള്ള നിരുത്സാഹവും ഇതിനകത്തുണ്ട്. വഅന്നൽ മഅകൂല വൽ മശ്റൂബ വൽ മൽബൂസ വനഹ്വഹ യംബഗി അൻ യകൂന ഹലാലൻ ഖാലിസ, നമ്മുടെ ഭക്ഷണവും പാനീയവും വസ്ത്രവും അതുപോലുള്ളവയെല്ലാം ഹലാലും ഖാലിസുമായിരിക്കണമെന്നും ലാ ശുബഹത ഫീ, അതിൽ യാതൊരു സംശയമോ ആശയക്കുഴപ്പമോ ഉണ്ടാകേണ്ടതില്ലെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഗൗരവം പിടികിട്ടുന്നതാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ത്വയ്യിബാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അതുകൊണ്ട് തന്നെ അവൻ ത്വയ്യിബല്ലാത്തതൊന്നും സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, തന്റെ മുർസലീങ്ങൾക്ക് അല്ലാഹു എന്ത് കൽപ്പനയാണോ നൽകിയത് അത് തന്നെയാണ് അവൻ വിശ്വാസികൾക്കും നൽകുന്നത്. ഫഖാല തആല യാ അയ്യുഹർ റുസുൽ, പ്രവാചകന്മാരോട് അവൻ പറയുകയാണ്, കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ, നിങ്ങൾ ത്വയ്യിബാത്തുകൾ ആഹരിക്കുകയും സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും വേണം. അതുപോലെ മുഅ്മിനീങ്ങളോടും പറഞ്ഞു, വഖാല തആല യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നാം അരുളിയവയിൽ നിന്ന് ത്വയ്യിബാത്തുകൾ മാത്രമേ ആഹരിക്കാവൂ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് സുമ്മ ദഖറ റജുൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ ഉദാഹരിക്കുകയാണ്. യുതീലുസ് സഫർ, സുദീർഘമായി യാത്ര ചെയ്തു വന്നിരിക്കുന്ന ഒരാൾ. അശ്അസ അഅബർ, മുടിയൊക്കെ ജടപിടിച്ച് ശരീരമാസകലം പൊടിപുരണ്ടു പോയ ഒരാൾ. യമുദ്ദു യദൈഹി ഇല സമാ, അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. യാ റബ്ബു യാ റബ്ബ്, എന്റെ റബ്ബേ നാഥ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വമതഅമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ, എന്നാൽ അയാളുടെ ഭക്ഷണവും പാനീയവും വസ്ത്രവും എല്ലാം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അയാൾ വളർന്നു വന്നത് തന്നെ ഹറാമിലാണ്. ഫഅന്ന യുസ്തജാബു ലഹ്, പിന്നെ എങ്ങനെയാണ് അയാൾക്ക് മറുപടി ലഭിക്കുന്നത്? ത്വയ്യിബ് എന്ന പദത്തിന് ഹലാൽ, സ്വാലിഹ്, ത്വഹൂർ എന്നിങ്ങനെ, അഥവാ പവിത്രം, ശുദ്ധം, വൃത്തി, വെടിപ്പ്, ഗുണപ്രദം, പ്രയോജനപ്രദം, ഇങ്ങനെ പല അർത്ഥങ്ങളും പറയാവുന്നതാണ്. എല്ലാ പോസിറ്റീവായ കാര്യങ്ങളെയും ത്വയ്യിബ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നും കരുതാം. കുറച്ചുകൂടെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ മറുവശം എന്താണെന്ന് ആലോചിച്ചാൽ മതിയാകും. ഹബീസും നജസും ഒക്കെയാണ് ഇതിന്റെ വിപരീത പദങ്ങൾ, അഥവാ മ്ലേച്ഛതകളും അശ്ലീലതകളും തുടങ്ങി എല്ലാതരം വൃത്തികേടുകളുമാണ് ത്വയ്യിബിന്റെ മറുവശം. ഖുർആനിൽ എങ്ങനെയാണ് ഈ പദാവലികൾ പ്രയോഗിച്ചിരിക്കുന്നത് നോക്കിയാൽ ഒരിടത്ത് കാണാം, ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണ്. അഥവാ മുശ്രിക്കുകളുടെ ശരീരവും വസ്തുവകകളും ഒക്കെ വൃത്തികേടാണെന്നല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് അവരുടെ ഹൃദയാന്തരങ്ങളിൽ, വിശ്വാസത്തിൽ വൃത്തികേടുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് അശ്ശിർക്ക് എന്നത്. അപ്പൊ നജസ് എന്നും ഖബീസ് എന്നും ഒക്കെ പറയുന്നത് കേവലം പദാർത്ഥപരമായ ഒരവസ്ഥയല്ല, മറിച്ച് അത് വിശ്വാസത്തെയും ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ ബാധിക്കുന്ന ഒന്നാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ഗുരുതരവും ദുർഗന്ധമൊഴിപ്പിക്കുന്നതുമായ പ്രശ്നമാണ് ഷിർക്ക് എന്നത്. ഈ നജസില്ലാത്ത, ഈ കളങ്കമില്ലാത്ത, ശുദ്ധവും പവിത്രവുമായ വിശ്വാസങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അപ്പോൾ ഒന്നാമത്തെ കാര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അഖീദയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇതുപോലെ തന്നെ കർമ്മവും ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫലിയഅമൽ അമലൻ സ്വാലിഹ, അള്ളാഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ
സ്വാലിഹായ അമലുകൾ ചെയ്യണം, അഥവാ ത്വയ്യിബായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ വിശ്വാസങ്ങളിൽ എന്ന പോലെ കർമ്മങ്ങളിലും ഇത് ബാധകമാണ്. തീർന്നില്ല, നമ്മുടെ ഇൻഫാക്കുകളെ പോലും ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ ഹബീസുകൾ ചെലവഴിക്കാൻ മനസ്സിൽ പോലും കരുതിയേക്കരുത് എന്ന്. ഇവിടങ്ങളിലൊക്കെ ഈ ത്വയ്യിബിന്റെ മറുവശമായിട്ടാണ് ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനെല്ലാം നാനാർത്ഥ സാധ്യതകളുമുണ്ട്. കൊടുക്കുന്ന വസ്തുക്കൾ വൃത്തികെട്ടതും നശിച്ചതും കേടായതുമായിരിക്കരുത് എന്ന് മാത്രമല്ല, അവകൾ സമ്പാദിച്ച മാർഗവും കൊടുക്കുന്ന രീതിയും പെരുമാറ്റവുമെല്ലാം ത്വയ്യിബായിരിക്കണം എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സമാനമായി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ത്വയ്യിബായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അല്ലാഹുവിന്. അത് പ്രവാചകന്മാരോട് പറഞ്ഞു, വിശ്വാസികളോടും പറഞ്ഞു. യാ അയ്യുഹർ റുസുൽ കുലൂ മിന ത്വയ്യിബാത്തി വഅമലു സ്വാലിഹ, വിശ്വാസികളോട് പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും. തീർന്നിട്ടില്ല, പൊതുജനങ്ങളോടും ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ ആഹ്വാനം. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഹലാലും ത്വയ്യിബുമായതായിരിക്കണം ആഹരിക്കേണ്ടത്. ഈ രണ്ടു പദങ്ങളും ചേർന്ന് വരുന്നിടത്ത് ഓരോന്നിനും വ്യത്യസ്ത ഊന്നലുകൾ നൽകാൻ മുഫസ്സിറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരമിടങ്ങളിൽ ഹലാൽ എന്ന് പറയുന്നത് ശർഈ ആയിട്ടുള്ള പ്യൂരിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അഥവാ നിയമപരമായി ഏതെല്ലാം കഴിക്കാം, കഴിക്കരുത്, എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ സമ്പാദിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനനുസരിച്ച് അനുവദനീയമായ മാർഗത്തിൽ സമ്പാദിച്ചതും സ്വന്തമാക്കിയതുമായിരിക്കണം എന്ന കാര്യം ഹലാൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ത്വയ്യിബ് എന്ന പദമാവട്ടെ ആരോഗ്യപ്രദമായ ഒരു ഹൈജീനിക് അവസ്ഥയാണ് കുറിക്കുന്നത്. അഥവാ ഹലാലായി സമ്പാദിച്ചതും ഹലാലായ ഭക്ഷണവുമാണെന്നിരിക്കെ തന്നെ ചില വ്യക്തികൾക്ക് ചിലത് ദോഷഫലമുണ്ടാക്കിയെന്ന് വരാം. ചില ആളുകളുടെ ആരോഗ്യസ്ഥിതിയും രോഗാവസ്ഥയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കില്ലേ, ഇന്നാലിന്നത് കഴിക്കരുത്, ഇന്നാലിന്നത് ഉപേക്ഷിക്കണമെന്നൊക്കെ. അപ്പം അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമാകരുത് കഴിക്കുന്നത് എന്ന സൂചനയാകാം ഈ രണ്ട് പദങ്ങളും ഒന്നിച്ചുപയോഗിക്കുന്നിടത്ത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. കുലു അഥവാ അക്കല യഅ്കുലു എന്ന പദവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവകളെല്ലാം അല്ലാഹു സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അക്കല എന്ന് പറയുന്ന പദം വാചികമായി തന്നെ മനസ്സിലാക്കേണ്ടതാണോ, അഥവാ തിന്നുക, ഭക്ഷിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണോ ഉപയോഗിക്കുന്നതോ അതിനും അപ്പുറം ചില മാനങ്ങൾ ഉണ്ടോ എന്ന പരിശോധന ആവശ്യമാണ്. ഖുർആൻ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പദം മിക്കവാറും ഇടങ്ങളിൽ ഒരു മജാസിയായ അഥവാ ആലങ്കാരികമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. വലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ പരസ്പരം അന്യായമായി സമ്പത്തുകൾ തിന്നരുത് എന്ന് പറയുന്നു. സമ്പത്ത് എങ്ങനെയാണ് ഒരാൾക്ക് തിന്നാൻ കഴിയുക? അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു റിബ അളഹാഫ മുളാഫ, നിങ്ങൾ കൊള്ളപ്പലിശ ഇരട്ടിക്കിരട്ടിക്ക് വാങ്ങിച്ച് തിന്നരുത് എന്ന് പറയുന്നു. പലിശ എങ്ങനെ തിന്നു? തീർന്നില്ല, ഇങ്ങനെയും കാണാം. വആതുൽ യതാമ അംവാലഹും, യതീമുകൾക്ക് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സമ്പത്ത് തിരികെ നൽകണം. വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, നല്ലതും ചീത്തയും കൂട്ടിക്കലർത്തരുത്. വലാ തഅ്കുലു അംവാലഹും ഇലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തുമായി കൂട്ടിച്ചേർത്ത് അവരുടെ സമ്പത്തിനെ നിങ്ങൾ ഭുജിക്കരുത് എന്ന്. ഇവിടങ്ങളിലെല്ലാം തിന്നുക എന്ന പദം വാചികാർത്ഥത്തിലല്ല, മറിച്ച് ആലങ്കാരികാർത്ഥത്തിലാണ്. ആഹാര വസ്തുക്കളല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. പലിശയും സമ്പത്തും സ്ഥലവും ഭൂമിയും ഒക്കെ തിന്നുന്നത് എങ്ങനെയാണ്? അപ്പൊ അവിടങ്ങളിലെല്ലാം അർത്ഥമാക്കുന്നത് നിങ്ങൾ അവ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്, അവ ആസ്വദിക്കാനും അനുഭവിക്കാനും ശ്രമിക്കരുത്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ പ്രവാചകന്മാരോടും വിശ്വാസികളോടും പൊതുജനങ്ങളോടും ഒക്കെ ആകമാനം പറഞ്ഞിരിക്കുന്നത് തിന്നുന്ന കാര്യം മാത്രമല്ല, വായക്കകത്ത് അന്നനാളങ്ങളിലൂടെ ആമാശയത്തിലേക്ക് ഭക്ഷണവസ്തു കടത്തിവിടുന്ന പ്രക്രിയയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്നതും സ്വന്തമാക്കുന്നതും അനുഭവിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ത്വയ്യിബായിരിക്കണം, ഏറ്റവും നന്മ നിറഞ്ഞതും ഗുണപ്രദവുമായിരിക്കണം, സത്യസന്ധവും സുതാര്യവുമായ രൂപത്തിൽ സമ്പാദിച്ചതായിരിക്കണം, അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാക്കിക്കുന്നതാവരുത്. ഇത് പറഞ്ഞിട്ട് റസൂൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വ്യക്തി യുതീലു സഫർ അശ്അസ അഅ്ബർ, സുദീർഘമായി യാത്ര ചെയ്ത് മുടിയൊക്കെ ജടപിടിച്ച് ശരീരമാസകലം പൊടി പുരണ്ട ഒരാൾ. അപ്പോൾ ആ യാത്രയുടെ പരിക്ഷീണത സൂചിപ്പിക്കാനാണ് ഈ രീതിയിലുള്ള വിശേഷണങ്ങൾ നൽകുന്നത്. അങ്ങനെ കഷ്ടപ്പാടുള്ള ഒരാൾ, ആർക്കും അലിവും കനിവും അനുകമ്പയും ഒക്കെ തോന്നിപ്പോകുന്ന ഒരാൾ, യമുദ്ദു യദൈഹി ഇല സമാ, ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം നബവി പറയുന്നു, യാ റബ്ബ് ആഅ്തിനി ഹാദാ, പടച്ചോനെ ഇന്നാലിന്നതൊക്കെ എനിക്ക് താ, യാ റബ്ബ് ഇസ്രിഫ് അന്നി കദാ, ഇന്നാലിന്നതൊക്കെ എനിക്ക് ഒഴിവാക്കി താ എന്നിങ്ങനെ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടുന്നില്ല, ഒരാഗ്രഹം പോലും സഫലമാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? വമതഅമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ,
അയാളുമായി ബന്ധപ്പെട്ട സകലതും ഹറാമാണ്. തിന്നതും കുടിച്ചതും ഉടുത്തതുമെല്ലാം. വൗദിയ ബിൽ ഹറാം, ഹറാമിൽ തന്നെ പെറ്റുവീണ് ജനിച്ചു വളർന്ന ഒരാളാണ്. അടിമുടി ഹറാമിൽ മുഴുകിപ്പോയ ഒരാൾ. അതേസമയം അയാൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും. ഇമാം നബവി പറയുന്നുണ്ട്, ഇന്നഹു യുതീലു സഫർ ഫി വുജൂഹി തആത്ത്. അള്ളാഹുവിനെ അനുസരിക്കണം എന്ന ഭാവത്തിലാണ് അയാൾ ഈ യാത്ര നടത്തുന്നതും കഷ്ടപ്പെടുന്നതുമെല്ലാം. ഒരു വശത്തെ ഇബാദത്തുകൾ എന്ന് കരുതപ്പെടുന്നവയെല്ലാം മുറ പോലെ അനുഷ്ഠിക്കുന്നുണ്ട് അയാൾ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പ്രാർത്ഥന തന്നെയും ഒരു ഇബാദത്താണല്ലോ. എന്നിട്ടും അവകളെല്ലാം നിഷ്ഫലമായി പോകുന്ന ഗതികെട്ട അവസ്ഥ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? തിന്നുന്നതുൾപ്പെടെ സമ്പാദിക്കുന്നതെല്ലാം ഹലാലായിരിക്കണം എന്ന കാര്യം അയാൾ വിസ്മരിച്ചത് കൊണ്ടാണ്. നോക്കൂ, ഹലാൽ ഹറാം എന്ന് പറയുന്നത് എത്രമേൽ സുപ്രധാനമാണ് എന്ന് കഴിഞ്ഞ ഹദീസുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ വ്യക്തിക്ക് അബദ്ധത്തിൽ സംഭവിക്കുന്നതാണോ ഇത്? അല്ല. 6-ാമത്തെ ഹദീസ് പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹറാമും ഹലാലും ഒക്കെ വളരെ കൃത്യവും വ്യക്തവുമായി വേർതിരിക്കപ്പെട്ടതാണ്. എന്നിട്ടും ശ്രദ്ധക്കുറവും അലംഭാവവും അതുമല്ലെങ്കിൽ അത്യാർത്തിയും കാരണത്താൽ ഹലാലിലേക്ക് ഹറാമുകളെ കൂടി കലർത്തുന്നതോടുകൂടി സകലതും സ്പോയിലായി പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇനി അടുത്തതും അതിനടുത്തതുമായ ഹദീസുകളെല്ലാം ഇതിനോട് തന്നെ ചേർത്ത് വായിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.